നമ്മുടെ സ്വന്തം നാട്ടിലൊരു സ്ഥാപനം ഇടുമ്പോൾ നമ്മുടെ നാട്ടുകാർ നമ്മളെ അങ്ങ് വിജയിപ്പിക്കും, അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാർ നമ്മളോട് സ്നേഹം കാണിക്കും എന്ന് വിചാരിച്ച് നമ്മൾ ആരും ഒന്നും സ്വന്തം നാട്ടിൽ ചെയ്ത് വേറൊരു നാട്ടിൽ പോകുമ്പോൾ അയ്യോ അവിടെ ഉള്ളവർ എങ്ങനെയായിരിക്കും, നമ്മുടെ അടുത്ത് സഹകരിക്കുമോ, നമ്മുടെ സ്ഥാപനം അവിടെ വരുമ്പോൾ അവർ നമ്മുടെ അടുത്ത് സാധനം വാങ്ങിക്കുമോ എന്നൊക്കെ ആയിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം നാട്ടിൽ എന്ത് ബിസിനസ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് സഹകരണം, സ്നേഹം കിട്ടുന്നത് നമ്മുടെ സ്വന്തം നാട് വിട്ടിട്ട് വേറെ എവിടെയെങ്കിലും പോയി ചെയ്യുമ്പോഴായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലാകുമ്പോൾ നമുക്കെല്ലാവരും പരിചയക്കാരും സ്നേഹിതരും സ്നേഹമുള്ളവരും ബന്ധുക്കാരും ഒക്കെ ആയിരിക്കും. പക്ഷേ ഇവരെന്തിനായി വരുന്നത് നമ്മുടെ അടുത്ത്? നമ്മുടെ കൊച്ചിൻ്റെ അടുത്ത് പോയാൽ നമുക്ക് കടം കിട്ടുമല്ലോ, അല്ലെങ്കിൽ നമ്മുടെ പിള്ളേരുടെ കടയിൽ പോയാൽ നമുക്ക് കടം കിട്ടുമല്ലോ എന്ന മനോഭാവത്തിലായിരിക്കും ഈ സ്വന്തക്കാരും നാട്ടുകാരും ബന്ധുക്കാരൊക്കെ ഈ വരുന്നത്. പക്ഷേ അവർ ചിന്തിക്കുന്നത് നമ്മുടെ കൊച്ചിൻ്റെ കട 10 ദിവസം കഴിഞ്ഞാൽ പൈസ കൊടുക്കാമല്ലോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കുമേ. പക്ഷെ അവർ കാരണം നമുക്ക് ഉപദ്രവം മാത്രമേ ഉണ്ടാകുന്നുള്ളൂ ഇവരറിയുന്നില്ല. എന്തുകൊണ്ടാണ് ഇവർ ഈ പൈസ 5-10 ദിവസം കഴിഞ്ഞ് തരാമെന്ന് പറഞ്ഞിട്ടായിരിക്കും പോണത്. പക്ഷേ ഇവർ തരത്തില്ല. അവരെന്തെങ്കിലും തരുമ്പോൾ നമ്മുടെ ബിസിനസ് ഏത് ലെവലെത്തും? അപ്പം കടം സൗഹൃദത്തെ നശിപ്പിക്കും എന്നുള്ളതാണ് കാര്യം. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കടം വാങ്ങിക്കാൻ വേണ്ടി മാത്രം തിരഞ്ഞെടുത്ത ഒരു കടയായിട്ട് നമ്മുടെ കട അങ്ങ് പിന്തള്ളപ്പെടും. പൈസ ഉള്ളപ്പോൾ ഒരു നേരെ വേറെ കടകളിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ പോയി സാധനം എടുക്കും. അപ്പം മണ്ടരായി പോണത് നമ്മളായിരിക്കും. അപ്പം ഇങ്ങനത്തെ അനുഭവങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ലൈക്കും ചെയ്യട്ടോ. ടാറ്റാ.